അങ്ങനെ നമ്മൾ വയനാട്ടിലെ മഞ്ഞപ്പാറ കണ്ട് തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് പരിപാടി 900 കണ്ടി. 900 കണ്ടില് ഹോബോസിലോട്ടാണ് പോകുന്നത്. ഇത് സംഭവം അത്യാവശ്യം നല്ല ട്രാക്കാണ്, നല്ല രസമുണ്ട് ഓടിക്കാൻ. വീടിനെ നോക്കിയാൽ മതി. അയ്യോ വണ്ടി മലക്കണ എന്തെറ്റി മറിഞ്ഞോ? ഒയ്യോ അതെന്തെറ്റി? ഞാൻ വേറെ വഴി പിടിച്ചാ കല്ലിമട് കുടുങ്ങി. കല്ലിന്റെ വണ്ടി കല്ലിമടെ ഇങ്ങനെ ബാക്ക് വന്ന് ഇങ്ങനെ തോന്നുന്നു. ആണോ? ഇത് മാത്രം ഇത് കെട്ടിയല്ലേ? മറിഞ്ഞോ? വണ്ടി മറിഞ്ഞോ? കണ്ടോണ്ട് ബാക്ക് വണ്ടി പോവല്ലേ? ഒന്ന വഴി തന്നെ റിട്ടിറങ്ങാം. ആ വണ്ടി ചെറുതായിട്ടൊന്ന് ക്രാഷ് ആയിന്നാ പറഞ്ഞേ. ഇതാണ് ഇവിടുത്തെ ഓഫ് റോഡ് 900 കണ്ടിയിലുള്ള. അത്യാവശ്യം ട്രാക്ക് തന്നെയാണ്. അങ്ങനെ നമ്മൾ എത്തി. ഹായ് ഹായ്. ഹായ് ഹലോ, വയനാട് ട്രാവൽ ബ്ലോഗ് സെക്കൻഡ് ഡേ ആണ്. ഇന്നലെ ഞങ്ങൾ ഇവിടെ വന്ന് പ്രോപ്പർട്ടിയിൽ വന്ന് ഇവിടെ കുറച്ച് ടൈൽസൊക്കെ അടിച്ച് പിന്നെ മഞ്ഞപ്പാറ ആ റൂട്ട് പോയി. അവിടെ വ്യൂ പോയിൻ്റൊക്കെ കണ്ട് സൺസെറ്റൊക്കെ കണ്ട് ഇന്ന് 900 കണ്ടിയിൽ ടോപ്പിലോട്ട് കുറച്ച് കണ്ടിട്ട് നമുക്ക് വണ്ടി കയറ്റാൻ പറ്റും. അവിടെ വരെ ഒന്ന് കയറുകയാണ്. പൊതുവെ പബ്ലിക്കിനൊന്നും ഇപ്പം അങ്ങനെ സ്വന്തം വണ്ടിയിൽ കയറാൻ കഴിയില്ല. ഇവിടെ നിന്ന് ജീപ്പ് സഫാരിയും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യാണ് നല്ലത്. അപ്പോൾ ഏതായാലും ഒന്ന് കയറി നോക്കട്ടെ. പറ്റുകയാണെങ്കിൽ അതിൻ്റെ മുകളിലൊരു പ്രോപ്പർട്ടി ഉണ്ട്, അവിടെ വരെ കയറാം. ഓ ഏതായാലും വീഡിയോ കാണാം. ഹേയ് എസ്റ്റർ എസ്റ്റർ. ഇതാണ് പ്രോപ്പർട്ടി. ഇവിടെ കുറച്ച് ടെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതുപോലെ ഇവിടെ താഴെ ഉണ്ട്. ബൈക്സ് എല്ലാം സെറ്റാണ്.
കുറച്ചേരം ഓണിൽ കിടക്കട്ടെ. ഇതൊക്കെ ഇന്നലത്തെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. ക്രാഷ് കാർഡ് വെന്റ്, ഹാൻഡ് ഗാർഡ് ക്രാക്കായി. ആ ഞാൻ കണ്ടത് ഇതിനകത്താണ് ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്തത്. ഹോബോസ് ക്യാമ്പിംഗ്. സംഭവം തന്നെ നൈസ് കേട്ടോ, നല്ല ആംബിയൻസ് ആണ്. ഫോഗും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഉഷാറായിരുന്നു. തൊള്ളായിരം കണ്ടി ഓഫ് റോഡ് മാക്സിമം പോകാൻ പറ്റുന്നിടത്തോളം ഒന്ന് കയറി നോക്കട്ടെ. കല്ല് തീർക്കും മുന്നിൽ പോണ വണ്ടി എന്നൊക്കെ. ഇന്നലെ വയനാട് കടുവ ഇറങ്ങിയൊരു സീനൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ അറിഞ്ഞിട്ടില്ല. അല്ലേ ഫോറസ്റ്റിന്റെ ഞങ്ങൾ കയറുന്ന ടൈമിൽ തന്നെ ഫോറസ്റ്റിന്റെ കുറച്ച് വണ്ടികളൊക്കെ പോകേണ്ടത്, ഉങ്കിയാനേനെയൊക്കെ കൊണ്ടുവന്ന് എന്നാണ് അറിഞ്ഞത്. അത് പൊന്മരം മറ്റേ മാനന്തവാടി ആ സൈഡ് തോന്നുന്നുണ്ട്. ഇവിടെ ഇനി എന്തെങ്കിലും ഉണ്ടാവോ? പക്ഷെ ഞങ്ങൾ പോണത് കുറെ കാലമായിട്ട് അടച്ചു കിടന്നൊരു റിസോർട്ട് ഉണ്ട്, അതിന്റെ ഭാഗത്തേക്കാണ്. കേറല്ലേ? ഇത് അത്യാവശ്യം ഹെവി ടെറൈന, കയ്യൊക്കെ നനക്കിണ്ട്, വലിയ വലിയ കല്ലുകളും.
അയ്യോ, മുണ്ടക്കൈ ഫോറസ്റ്റ് സ്റ്റേഷൻ. വിലടി കഴച്ച കൈ കൈ എനിക്കുണ്ട്. അവിടെ അല്ല, അടിയില് ലോവറില. ആ ഇവിടെ 900 കടിയിൽ എന്താ വെച്ചാൽ കുറെ മുൻപ് ബൈക്കൊക്കെ വന്നിരുന്നു, വണ്ടികളൊക്കെ കയറ്റാൻ പറ്റിയിരുന്നു. പക്ഷെ ഇപ്പോ കുറെ ആയിട്ട് ഇങ്ങോട്ട് അങ്ങനെ അലൗഡ് അല്ല പറഞ്ഞാ പോരാ, നമുക്ക് ജീപ്പിൽ പോരാ. ഇവിടുത്തെ വണ്ടിക്കാരങ്ങനെ കയറാനയക്കല്ല. ഇപ്പൊ ഞങ്ങളത് രാവിലെ നേരത്തെ ആയതുകൊണ്ടാണ്. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ വ്യൂ പോയിന്റ്, ഇവരെ ജീപ്പുകൾ മാത്രം ആളുകളെ കൊണ്ടുപോകുന്ന ഏരിയാസ് ഒക്കെ ഉണ്ട്, അങ്ങോട്ടൊന്നും ഞങ്ങൾ കയറണില്ല. കണ്ടി എക്കോ പാർക്കോ. ഹായ്, 900 കണ്ടി കയറി കുറച്ചങ്ങോട്ട് മുകളിലേക്ക് ഓഫ് റോഡ് കയറിയിട്ടുണ്ട്. കാര്യമായിട്ട് ഓഫ് റോഡാണ്, ചില ഏരിയാസിൽ മാത്രം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ രാവിലെ ആയതുകൊണ്ട് വണ്ടികളും തിരക്കും കാര്യങ്ങളൊക്കെ കുറവാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ജീപ്പ് ഇങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും, നമ്മൾ വണ്ടിയൊക്കെ അങ്ങനെ കയറാൻ അയക്കില്ല. പിന്നെ ഇന്നിപ്പോൾ എവിടേക്കോ കടുവേലൊക്കെ സീനൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ആൾക്കാരുടെ അതായത് സ്ഥലത്തേക്ക് കയറിയത്. സംഭവത്തിൽ ഡ്രൈവ് ചെയ്യാൻ നല്ല രസമാണ്. ഈ ട്രാക്കിൽ കൂടെ മാത്രം. ജീപ്പൊക്കെ വന്നാൽ തീർന്ന്.
സംഭവം ഇവിടെ ഞാൻ മുന്നേ വന്നിട്ടല്ലേ കുറെ ബൈക്കും കൊണ്ട് വരണം കരുതിയിട്ട്, പക്ഷെ അന്നൊന്നും സർക്കാർ നാട്ടിൽ പ്രവേശിക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. അനുവാദം കൂടാതെ പ്രവേശിക്കരുത്. സ്കൈ പാർക്കാണല്ലോ. താഴെ പോയി വരാം. നമുക്ക് പാർക്കിൻ്റെ അങ്ങോട്ട് കയറാൻ ജീപ്പാര് ഓലങ്ങനെ ആളെ കൊണ്ട് അങ്ങോട്ടാണ് ഓല് ഇതിൽ ട്രിപ്പ് അടിക്കുക ജീപ്പാര്. അങ്ങോട്ട് നമ്മൾ കയറി കഴിഞ്ഞാൽ ശരിയാവില്ല. ഇവിടെ എൻ്റെ ആയി തോന്നുന്നുണ്ട്. പിന്നെ അവിടെ സർക്കാരിൻ്റെ സ്ഥലമാണ്, അനുമതിയില്ല. ഇനി തിരിച്ചിറങ്ങാം. സംഭവം തന്നെ വെറുതെ അങ്ങനെ ഓടിക്കാൻ വണ്ടി അത്യാവശ്യം കില്ലിങ് ആവുന്നുണ്ട്. പോയിട്ട് വേണം ശരിയാക്കാൻ. അവിടെ നൈസല്ലേ? ഞാൻ അങ്ങോട്ട് അറിയാതെ പോന്നപ്പോ ഒന്ന് അടിച്ച് ചെമ്പടിച്ച്. അങ്ങനെ നമ്മൾ 900 കണ്ടിട്ട് ടോപ്പിലെത്തി. ഇനി തിരിച്ചു പോരുവാണ്. ഇവിടെ നമ്മളൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാണ് പോയത്, കണ്ടിട്ടില്ല. ഏകദേശം അതിന്റെ മുകളിലെത്തി. താഴത്തേക്ക് എന്നാ പോകുന്നത്. ആനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത. പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ഫുള്ള് ജീപ്പുകളോ. അപ്പൊ അതിന് മുന്നേ ഇറങ്ങാണേല് സുഖമാണ്. ഇനി ഇവിടെ നിന്ന് വേറെ ഏതെങ്കിലും സ്പോട്ട് പോകണം. കാണാനൊന്നുമില്ല. പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പിന്നെ വണ്ടി ഓടിക്കാനുള്ള ഒരു മോഡിൽ കയറിയതാണ്. ജീപ്പിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് 900 കണ്ടി എക്കോ പാർക്ക്. ABS ലോക്ക് ആവണേ. ഫ്രണ്ട് വീല് ബ്രേക്ക് കിട്ടുന്നില്ല, ബാക്ക് ചവിട്ടിയാൽ നിൽക്കില്ല. എന്നാ ഇവിടുന്ന് അടി. സർ ഇങ്ങോട്ട് നോക്ക്, ക്യാമറയ്ക്ക് നോക്ക്. ഹേയ് മിസ്റ്റർ, എന്താ നാണം വരുന്നുണ്ടോ? ഗൈസ്, കഴപ്പ് കാണിച്ചതാ. എന്തേലൊക്കെ സംഭവിക്കും.
നല്ല കുത്തി പറഞ്ഞു വീഴും. തീർച്ചയുണ്ട് സീന്. മതി മതി മതി, എഞ്ചിൻ പോവും, എഞ്ചിൻ ഔട്ടാവും. പുളി വിളിച്ച നിയമം പാലിക്കണം. എക്സോസ്റ്റിന് സ്റ്റോക്ക് കണ്ടീഷനിലോട്ടാക്കും. അതെ, ഹേയ് സ്റ്റെപ്പ്. നല്ല ചൂടുണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് പരിപാടി. നമ്മളങ്ങനെ ഹോബോസിൽ സ്റ്റേ ചെയ്ത് 900 കണ്ടിൽ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ അടിച്ച് ഇവിടുത്തെ കുറച്ച് സ്പോട്ടൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഇനി തിരിച്ച് നാട്ടിലോട്ട് പോകണേ. അതിൻ്റെ ഇടയ്ക്ക് ഇനി ഏതെങ്കിലും 1-2 സ്പോട്ടും കൂടെയും കയറും. അപ്പോൾ ഓക്കെ, അത്യാവശ്യം നൈസ് മൂഡാണ് ഇവിടെ. നല്ല പീസ്ഫുൾ ഏരിയ. പോകാം, എടുത്തു വാ. എസ്തർ എവിടെ? എസ്തർ എസ്തർ പോകാം. ബൈ 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 ബൈ. ബോൾഡേസറോ നമ്മൾ ഇവിടെ നിന്ന് അങ്ങനെ ബൈ. പാറാരാ അതിന് മുന്നിൽ പോവാ, മുന്നിൽ പോവാ. അത്യാവശ്യം വലിയ വലിയ കല്ലുകളാ, നല്ല പൊടിയും ചരലും. ഞാൻ ഇവിടെ ഒരുക്കി വാ. La 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 la. വയനാടിന്റെ സ്വപ്ന പദ്ധതി കൊങ്കൺ റെയിൽവേ നടത്തുന്ന ടണൽ ഉണ്ടല്ലോ, അതിന്റെ പദ്ധതി വരുന്ന ഈ ഭാഗത്താണ്. 900 കണ്ടിയിൽ നിന്നും മേപ്പാടിയൊക്കെ പോണ റൂട്ടിലാണ്. ഇതാണത് വർക്ക് കിടക്കണ മെഷീൻസ് കാര്യങ്ങളൊക്കെയാണ്. ഇത് ഞങ്ങൾ പോരുമ്പോഴൊക്കെ ഇവിടെ വർക്കേഴ്സ് ഉണ്ട്, വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സംഭവം ഈ പദ്ധതി ഫുള്ളായി കഴിഞ്ഞാൽ നമുക്ക് മലപ്പുറത്തൊക്കെ വരാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തോ ഇവിടെ കൂടെ കണ്ട് 60-69 കിലോമീറ്ററോ അങ്ങനെ എന്തോ വരുള്ളൂ. നമുക്ക് വന്നു കഴിഞ്ഞാൽ വളരെ സുഖമായിട്ട് ഇവിടേക്ക് ട്രാവൽ ചെയ്യാം, പോവുകയൊക്കെ ചെയ്യാം. പിന്നെന്തായാലും വരാ എന്നാ ഓക്കെ. ജംഗ്ഷനിൽ തിരിച്ച് നാട്ടിലോട്ട് പോവാണ്. ഞങ്ങൾ രണ്ടുപേരും ചൂരൽമല പോകാനുള്ള പ്ലാനിലാണ്.
ആ ആ പോലെ ശരി കേട്ടോ. ചൂരൽമല ഉരുള് പൊട്ടിയ ഭാഗത്ത് വന്ന് കണ്ട് വല്ലാത്തൊരവസ്ഥയാണ് സംഭവം. വീഡിയോസിലും ഫോട്ടോസിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇതിൻ്റെ ഒരു ഇത്രത്തോളം ഇതാണെന്നുള്ളതോട് വരുമ്പോൾ മനസ്സിലാവുന്നത് വല്ലാത്തൊരവസ്ഥ. അവിടെ വണ്ടികൾ കടത്തി വിടുന്നില്ല, ആ പാലം വരെ നമുക്ക് പോകാൻ പറ്റും. വണ്ടി ഇവിടെ ഈ കാണുന്ന ജംഗ്ഷനിൽ നിർത്തിയിട്ട് ആ പാലത്തേക്ക് നടന്നു പോവാം, അല്ലെങ്കിൽ ജീപ്പിൽ പോവാം. ജീപ്പിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് മേലോട്ടും വണ്ടിയിൽ പോകാൻ പറ്റും. ഇവിടെ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഇവിടുത്തെ ഇത് ഫുള്ള് ജീപ്പുകാർക്കും അതുപോലുള്ള ഇവർക്ക് വേണ്ടി മാത്രം റൺ ചെയ്യുന്ന കുറേ പരിപാടികളുണ്ട്. ഗവൺമെൻറ് റോഡാണെങ്കിലും ഇപ്പം ഈ ചൂരൽമലേൻ്റെ കേസ് മാത്രമല്ല കേട്ടോ പറയണേ, 900 കണ്ടി അവിടെയൊക്കെ അതിൻ്റെ അവസ്ഥ. പബ്ലിക്കിനൊക്കെ കയറാൻ പറ്റുന്ന റോഡ് തന്നെയാണ്. ഇപ്പം ജീപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഇതിൽ നല്ല റോഡ് ഞാൻ പറഞ്ഞത്. വെറുതെ ഓരോരു ആധിപത്യം, ഞങ്ങൾ വണ്ടി കയറ്റി വിടൂല അല്ലെങ്കിൽ വണ്ടി കയറ്റാൻ പറ്റൂല പറഞ്ഞാണ്ട് അത് ആ ഒരു രീതിയിലാണ് പരിപാടി ഫുള്ള് റണ്ണാവണേ. ഇവിടെ ഇതുപോലെ ഞങ്ങൾ ആദ്യം ഇവിടെ പോയി, അതിലവിടെയുള്ളൊരു ലോക്കൽ ഒരാൾ വന്ന് വണ്ടി കയറ്റാൻ പറ്റൂല, അവിടെ നിർത്തണ പോലീസുകാരൻ വരുന്നുണ്ടോ, എന്നിട്ട് ഇയാൾ പോലീസുകാരോട് പോയി പറഞ്ഞ് പോലീസുകാരൻ വന്നാണ്ട് നേരെ നമ്മളോട് ഫിറ്റാക്കി. ജീപ്പിനാണെന്നുണ്ടെങ്കിൽ ജീപ്പ് ഈ ഫ്ലഡ് ഉണ്ടായ സ്ഥലത്തേക്ക് ഈ വണ്ടി ആർക്കും കയറ്റാൻ പറ്റില്ല. അപ്പോൾ ജീപ്പിനാണെങ്കിൽ നമ്മൾ അവിടെ വേറെ ഭാഗത്ത് കൂടെ പോയി കാണാം, അത് കണ്ടിട്ട് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലഡ് ഈ സംഭവത്തിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന പറഞ്ഞേ. അതായത് ഒരു ബ്ലാക്കിൽ റൺ ചെയ്യണ പോലെ അങ്ങനെ ഒരു പരിപാടി. ഏതായാലും ക്ലൈമറ്റ് ഭയങ്കര ബാഡാ. 2 ദിവസം ഒരുമാതിരി ശോക അവസ്ഥയാണ്, ഓടയും കാര്യങ്ങളൊന്നുമില്ല. ഇനി തിരിച്ച് നാട്ടിലോട്ട് പോകുന്നേ ആവും, ഇനി വേറെ എവിടെയും കയറണമൊന്നുമില്ല. നമ്മളെ വയനാട്ടിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു, കുറച്ച് ഓഫ് റോഡൊക്കെ ചെയ്തു. പിന്നെ അധിക സ്ഥലങ്ങളിലൊന്നും പോകാൻ പറ്റില്ല, ഒന്നാമത് ക്ലൈമറ്റ് ഭയങ്കര ബാഡായിരുന്നു, നല്ല വെയിലും. അപ്പോൾ ഇനി അടുത്ത സ്പോട്ടിൽ കാണാം.